ഹായ്, എന്താ പാട്? സുഖല്ലേ? രാവിലെ തന്നെ ഒരു ചൂടുള്ള വാർത്തന് കേട്ടാലോ? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആരാ പറയണ അറിയോ? അതിന് അർഹതപ്പെട്ട ഒരാളാ. ഈ മുട്ടേജില്ലാത്ത ചെറുകരലില്ലാത്തവനെ കളിയാക്കാന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ നിങ്ങളെ? വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. സംഭവം വേറൊന്നുമല്ല, മെഹനാസ. ഓൻ ഇപ്പൊ കാതിർ കരിപ്പൊടിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ടോ അവന്റെ ജാമ്യം തള്ളി? എന്താണ് പോലീസൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്? കോടതി എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടും നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടിയിട്ടും വന്നതാ. കാതിർ കരിപ്പൊടി എന്തോ ആയിക്കോട്ടെ. അതായത് മുട്ടജിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി മുട്ടജില്ലാത്തവൻ ചെറുകരലില്ലാത്തവനെ കളിയാക്കാൻ വേണ്ടി വന്നിക്കാണ്. ആദ്യം നിങ്ങൾക്ക് ഞാൻ ന്യൂസ് ഒന്ന് കാണിച്ചു തരാം, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഒന്ന് കേട്ടോ കാണി. ചൂടുവാർത്ത കാതിർ കരിപ്പൊടിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. കോടതിക്ക് വരെ മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ ക്രിമിനലിന് ഒരിക്കലും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നല്ല. എന്തായാലും നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ച കാര്യം ജാമ്യം തള്ളി എന്നുള്ളതും രണ്ടാം പ്രതിയായ റാഷിദ് പോലീസിന്റെ മുന്നിൽ കീഴടങ്ങി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ലാസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത്. ക്രിമിനലായ പോക്സോ കേസിലും പ്രതിയായ ഒരുപാട് തട്ടിപ്പ് നടക്കുന്ന കാതിർ കരിപ്പൊടി ഇനി ജയിലിലേക്ക്. ഹൈക്കോടതി തള്ളിയ സ്ഥിതിക്ക് നോക്കാം നമുക്ക് ഇനി അങ്ങോട്ട് എന്താവും എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ബാക്കിയുള്ള അപ്ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോ. ബാക്കിയുള്ള അപ്ഡേറ്റ് വരാന് കാരണം എന്താ പറയുക, ഓന്റെ കേസിന്റെ കാര്യം എന്തായിക്കണം എന്നുള്ളത് ഓനിക്ക് ഇതുവരെ ഒരു പിടുത്തമല്ല. ഇപ്പൊ കാതിർ കരിപ്പൊടിയുടെ കാര്യം എന്താകുക എന്നുള്ളത് വെയിറ്റിങ്ങിലാവാന്. രണ്ട് പെൺകുട്ടികളെ എങ്ങനെ ഒന്നിന്റെ ജീവിതവും ഒന്നിന്റെ ജീവനും കളഞ്ഞു. അതുപോലെ തന്നെ രണ്ട് ചെറിയ മക്കള് അവറ്റക്ക് ഇപ്പൊ ഒരാളും നാഥനും ഇല്ലാത്ത രൂപത്തിലും ആക്കി. എന്നിട്ട് ഓൻ പറയണേ കാതിർ കരിപ്പൊടി വളരെ മോശാട്ടോ. ഓന്റെ ജാമ്യം കോടതി തള്ളീന്ന്. എന്തായാലും ജി തള്ളണ അത്രയൊന്നും വരൂല കോടതിയുടെ തള്ള. സംഭവം എന്റെ പ്രശ്നം എന്താ അറിയില്ലേ? അതറിയാത്തോലെ ആരും ഉണ്ടാവില്ല. കാതിർ കരിപ്പൊടി ഇപ്പൊ ഓനെ വെളുപ്പിച്ചാനോ കറുപ്പിച്ചാനോ ഞാൻ നിൽക്കണില്ല. ഓൻ തെറ്റ് ചെയ്ത് കുണിച്ച് ഓനക്ക് അതിനുള്ള അർഹതപ്പെട്ട ശിക്ഷ കിട്ടിക്കോട്ടെ, അതൊന്നും എന്റെ വിഷയമല്ല. പക്ഷെ അവസരം മുതലാക്കുക എന്നറിയില്ലേ, ഒരുമാതിരി അമ്മായിമ്മ പോരെ, അതാണ് ഇപ്പോൾ ചെയ്തും കൊണ്ടിരിക്കുന്നത്. ടിഫയുടെ മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ് കാതിർ കരിപ്പൊടി. ആ ഒരു എന്താ പറയാ, പകയും വൈരാഗ്യവും നല്ല പോലെ എൻ്റെ മനസ്സിലുണ്ട്. അത് കിട്ടിയ ചാൻസ് നന്നായി മുതലാക്കണമുണ്ട്. ഈ കാതിർ കരിപ്പൊടി എന്തോ ചെയ്തോട്ടെ, അത് പറയാൻ നല്ല അർഹനായിട്ടുള്ള ഒരാളാണല്ലോ ഇപ്പോൾ ഈ മറ്റേ കാതിർ കരിപ്പൊടിനെ പറഞ്ഞും കൊണ്ടിരിക്കണേ. ഇവനക്കൊന്നും ഒരു മനുഷ്യനെയും പറയാൻ കഴിയൂല. കാരണം എന്താ അറിയോ, ഞാൻ പറഞ്ഞില്ലേ എത്ര ജീവനും കൊണ്ടാ ഓന് ഈ തമാശ കളിച്ചിറങ്ങിക്കണേ. എന്നിട്ട് ഓനക്ക് എന്തെങ്കിലും അതിൻ്റെ ചൂടുണ്ടോ? ഇല്ല. ഓന്റെ ഈ രണ്ട് പെൺകുട്ടികളുടെ ജീവിതവും അതുപോലെ തന്നെ ആ കുട്ടികളുടെ ജീവിതവും കളഞ്ഞിട്ട് ഓൻ അവിടെ ഇരുന്നിട്ട് ഇപ്പോഴും പാട്ടുപാടുന്ന എന്താ അറിയോ, ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ, ഇന്നാലും മോളെന്നെന്റെ സുന്ദരിയാണ്. ഞാൻ തമാശന്നല്ല പറയണേ. ഇതാ പണിയെന്ന് കേട്ടതാ. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ്, എന്നാലും അവളിന്നെന്റെ സുന്ദരിയാണ്, എന്നാലും അവളിന്ന് കബറിലാണ്. അതായിരിക്കും ഏറ്റവും കൂടുതൽ ഒന്നും കൂടി നല്ല ലിറിക്സ് ആയിട്ട് കിട്ടുക. ഞാനിപ്പോ ഈ വീഡിയോ ഇട്ടില്ലേ, ഇനിയിപ്പൊ വരും ഓനെ ദാ ഓന്റെ അവിഹിതം കണ്ടുപിടിച്ചു, ഇന്ന ലഹരികൾ യൂസ് ചെയ്യുന്നുണ്ട് ഒക്കെ ഓൻ കണ്ടുപിടിച്ച ആളാ. ഓൻ്റെത് മാത്രം ഇന്ന് വരെ ഓനിക്കും കണ്ടുപിടിച്ചാൻ പറ്റിയിട്ടില്ല, ആർക്കും കണ്ടുപിടിച്ചാൻ പറ്റിയിട്ടില്ല. ഓന്റെ ഒക്കെ എന്തും എത്ര കണ്ണിച്ചോരല്ലാത്ത പരിപാടിയാണ് ചെയ്തിട്ടും ഓൻ അങ്ങോട്ട് വന്ന് ഈ ക്യാമറ ഓണാക്കിയിട്ട് കുറച്ച് ഫിൽറ്റർ ഇട്ടിട്ട് ഓനാണ്ട് പാടൽ തുടങ്ങും. ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണേ. പിന്നെ അടുത്തത് വേറൊരു പാട്ട് കൂടി, കള്ളി പെണ്ണേ. ഇതൊക്കെയാണ് ഈ ചെങ്ങായി എന്താ കുന്ന് മുഴുവൻ കുലുങ്ങാലും കുഞ്ഞാത്ത കുലുങ്ങൂല എന്നുള്ള നിലപാടാ ഓൻ്റെത്. എന്നിട്ട് ആ ഓനപ്പ പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് വേറെ വീഡിയോ കാണിച്ചു തരാം, അതും കൂടി ഒന്ന് കേട്ടോ. ഈ വീഡിയോ പിന്നെ ഇവർ രണ്ടുപേരും ഒരു സൗഹൃദത്തിന്റെ പേരിൽ ചെയ്തതാണ് എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടിയുടെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സൗഹൃദത്തിന്റെ പേരിലാണ്, മെഹനാസിന്റെ കൂടെ ചെയ്തത് കൊണ്ട് എല്ലാവരും അത്തരത്തിലുള്ള ആളുകളാവും എന്ന് നിങ്ങൾ വിചാരിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളൊരു എന്താ പറയുക എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ വീഡിയോ എടുത്തിട്ട് 1-2 ആളുകൾ റിയാക്ഷൻ ചെയ്തിരിക്കണു. അത് അവർ പറഞ്ഞതും യൂസ് ചെയ്തതും ഒക്കെ കുറച്ച് മോശം വാക്കുകളാണെങ്കിൽ കൂടി അത് പറഞ്ഞതൊരിക്കലും ഈ ഒരു പെൺകുട്ടിനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല. ഈ മെഹനാസ് കാണിക്കുന്ന ഇത്തരം എന്താ പറയുക ചെറ്റത്തരം കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിനെ പോലും അതിലേറെയായത്. ആ പെൺകുട്ടി പറയണ്ടേ, ഞാനും അവനും തമ്മിൽ അറിയും, ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഞങ്ങൾ തമ്മിൽ കണ്ടു, ആ സമയത്ത് ഒരു റീൽ എടുത്തു, അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന്. പക്ഷെ എടുത്തത് ആരതാ? ഇവന്റെ കൂടെയാണ്. ഇവന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാളായിരിക്കുമല്ലോ എന്തായാലും ആ പെൺകുട്ടി. അപ്പോൾ അവൻ്റെയൊക്കെ കൂടെ നിന്നിട്ട് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ പ്ലസും മൈനസും നമ്മൾ ആദ്യം മുൻകൂട്ടി കാണണം. കാരണം ഒരു സാധാരണ ഒരു സെലിബ്രിറ്റിയോ അതല്ലെങ്കിൽ സാധാരണ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാളോ അല്ല
ഇവൻ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഓനിക്ക് അതിന്റെ എന്തെങ്കിലും ഒരു കൂസലുണ്ടോ? ഇല്ല. ഞങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. ഏത് ആ പെൺകുട്ടി പറയുന്നത് തന്നെ. ഓളെന്നെ അതിന് വ്യക്തമായിട്ട് മറുപടി പറയുന്നുണ്ട്. അതിന് ഞാൻ മറുപടി പറഞ്ഞോളാം. ഇത് കേട്ടോ കണി. ഫ്രണ്ട്സ്, ഞാൻ ഫാസില പാച്ചു. ഞാൻ ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ആ കാര്യത്തെ പറ്റി പറയുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ, അതായത് എൻ്റെ ഫ്രണ്ട് മെഹനുവിൻ്റെ കൂടെ, അവൻ്റെ നാട്ടിൽ ഞാൻ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോൾ, അതായത് നീലേശ്വരത്ത് ഞാൻ പോയപ്പോൾ ഞാൻ ജസ്റ്റ് അവനെ കണ്ടു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞോടാ നമുക്കൊരു വീഡിയോ ചെയ്താലോ എന്ന് പറഞ്ഞപ്പോൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു വീഡിയോ ആണ് ഇത്. പിന്നെ ഈ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം സത്യം പറഞ്ഞാൽ ഞാനങ്ങോട്ട് എയറിലാണ്. കാരണം അതിൻ്റെ റിയാക്ഷൻ വീഡിയോ, അതായത് റിയാക്ടിങ് വീഡിയോ ഉണ്ട്. വെയിറ്റ്, ഞാൻ കാണിച്ചു തരാം. ഇത് ഒരാൾ റിയാക്ട് ചെയ്തതാണ്. അല്ലടാ മുത്തുകെട്ട, നീ കേടുന്നിടാ ഇങ്ങനെ പെണ്ണുള്ള സെറ്റ് ആവുന്നേ. ഒരാളെ കൊന്ന് മറ്റാളെ ജീവിതം നശിപ്പിച്ച് അത് വേറെ തലരിച്ചിട്ട് വേറെ സൈഡിൽ പോയി. ഇപ്പൊ നേരെ 3-ാമത്തെ പെണ്ണിനെയും കൂടി ഇവിടെ മംഗലം കഴിക്കാൻ വേണ്ടിട്ട് നേരെയുള്ള മനുഷ്യന്മാർക്ക് ഇവിടെ പെണ്ണ് കിട്ടുന്നില്ലാത്ത അവസ്ഥ. ചെങ്ങായിനോട് എനിക്ക് പറയാം. ചെങ്ങായി, ഒരു മിനിറ്റ് പെങ്ങളെ, അവൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല, സത്യല്ലേ? ഇന്നത്തെ ചെറുപ്പക്കാര് പെണ്ണ് തിരഞ്ഞ് നടന്നിട്ട് ഒരു ഭാഗത്ത് കഴിക്കണം. ആ ഒരു സങ്കടമാണ് ഓൻ പറഞ്ഞത്. ഇതിലിപ്പോൾ നിന്നെ എന്തിനാ കൂട്ടിയേ, നിന്നോട് എന്തിനാ ഇപ്പം അതൊക്കെ പറയണു എന്ന് ചോദിച്ചാൽ മെഹനാസാ നിന്റെ അപ്പുറത്ത് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ അറിയോ, നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെയാണ് റിഫയുടെ കാര്യം. അതിപ്പോൾ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതല്ല, മറ്റേ കോടതി തെളിയിച്ചോ തെളിഞ്ഞോ എന്നുള്ളതല്ല. പക്ഷെ സ്വന്തം മനസാക്ഷിയുടെ മുമ്പിൽ എല്ലാത്തിനും നമ്മളൊരു ഉത്തരം കൊടുക്കണം. ആ ഉത്തരം പോലും ഇന്ന് അവൻ്റെ അടുത്തില്ല. അതായത് അതില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താ അറിയോ, അവൻ നിന്റെ കൂടെ വീഡിയോ ചെയ്തതല്ല, അല്ലെങ്കിൽ നീ അവൻ്റെ കൂടെ വീഡിയോ ചെയ്തതല്ല. അവൻ ഈ ഒരു ഇഷ്യൂ കഴിഞ്ഞതിന് ശേഷം എത്രയോ റീലുകൾ പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും ഒക്കെ മറ്റേ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിന്നെപ്പോലെ പിന്നെ ഒരു ഉമ്മയും ബാപ്പയും ഒക്കെ ഉള്ള കുടുംബത്തിലുള്ള ഒരു കുട്ടി തന്നെയല്ലേ ഈ റിഫ. ആലോചിച്ച് നോക്കാം, നിന്റെ ഉമ്മയും ബാപ്പയും എത്രത്തോളം പൊന്നു പോലെ നോക്കിയിട്ട് ഏതോ ഒരുത്തം വന്നിട്ട് വിശ്വസിച്ച് പോയതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കൊടുത്തതിൻ്റെ പേരിൽ നാളെ ഈ ലോകത്തുനിന്ന് അവൻ കാരണം നീ ഇല്ലാണ്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മാടിയും ബാപ്പാടിയും വിഷമം എന്താണെന്ന് നിനക്ക് ഇന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ ആ റിഫയുടെ ഉമ്മാണിയും ബാപ്പാനെയും പോയി ഒന്ന് കണ്ടുനോക്ക്. ഇവർ റിയാക്ഷൻ വീഡിയോയിൽ എന്ത് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതല്ല. ഒരിക്കലും നിന്നോടുള്ള വൈരാഗ്യം കൊണ്ടോ നിന്നോടുള്ള ദേഷ്യം കൊണ്ടോ അതല്ലെങ്കിൽ നിന്നെ മോശമാക്കിയിട്ടോ ഒന്നുമല്ല അവർ പറഞ്ഞിട്ടുള്ളത്. അവർ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാണ്. മെഹനാസിനോടാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചോദിക്കേണ്ട കാരണമാണ് ഞാൻ പറഞ്ഞത്. നിന്നെപ്പോലെ പൊന്നുപോലെ വളർത്തിയ ഒരു ഉമ്മയും വാപ്പിയും ഈ റിഫക്കുണ്ട്. അതിനെ മണ്ണിൻ്റെ അടിയിലാക്കിയിട്ടാണ് ഓ ഈ ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് മറ്റുള്ള പെണ്ണുങ്ങളുടെ കൂടെ ഈ ഡാൻസും പാട്ടും കളിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മനസാക്ഷി കുത്തെന്ന് പറയുന്ന സംഗതി ഓരോ മനുഷ്യർക്കും ഉണ്ട്. ചോദ്യം ചെയ്തു പോകും. പക്ഷെ ആ ചോദ്യം ചെയ്യുന്ന ഭാഷ അത് സ്വയം ഓരോരുത്തർ തീരുമാനിക്കേണ്ട രീതിയാണ്. എങ്ങനെ വേണം എങ്ങനെ വേണ്ട എന്നുള്ളത്. പിന്നെ നീ പറഞ്ഞതിലും നീ കാണിച്ച റിയാക്ഷൻ വീഡിയോയിലും അവനോടാണ് ചോദിച്ചിട്ടുള്ളത്. നിന്നോടോ അതല്ലെങ്കിൽ നിന്നെ ഒരു മോശമാക്കി പറഞ്ഞതായിട്ടോ ഞാൻ കേട്ടിട്ടില്ല. ഇനി നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നീ റിപ്ലൈ കൊടുത്തതിലും ഞാൻ തെറ്റ് പറയില്ല. എന്തായാലും ബാക്കി കേൾക്കാം. ചെങ്ങായിനോട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പെണ്ണ്, അതായത് ഒരു ലേഡി ഒരാണിന്റെ കൂടെ വീഡിയോ എടുക്കുമ്പോഴത്തേനും മംഗലം കഴിക്കാനല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. പിന്നെ മംഗളം കഴിച്ചാലും വേണ്ടില്ല, മനോരമ കഴിച്ചാലും വേണ്ടില്ല. ഇവിടെ പ്രശ്നം അതല്ല. ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ പ്രശ്നം. ഓനിക്ക് മംഗലം കഴിക്കാൻ ഇനി റെഡിയാണ്, ക്യൂ നിൽക്കുകയാണ്. റേഷൻ കടയിൽ അരിക്കും മണ്ണെണ്ണക്കും നിൽക്കണ മാതിരി. അമ്മായിട്ട് മറ്റേ എന്താ പറയുക, ലുക്കും ചെറുക്കും അല്ല, 6 അടി നീളം, 8 ഇഞ്ച് വീതിയുള്ള ബോഡി ശരീരമൊക്കെ ഉള്ള ഭയങ്കര സൽമാൻ ഖാനല്ലേ ഓന്. ഓനിക്ക് വേണ്ടിയിട്ട് ഇനി പെണ്ണുങ്ങൾ ക്യൂ നിൽക്കും. അതിനൊന്നും നമ്മൾ തെറ്റ് പറയില്ല. പക്ഷെ മാനോ അഭിമാനം ഉള്ളവർ ആ ക്യൂയുടെ ബാക്കിൽ നിൽക്കൂല, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ ഓന് അങ്ങനെ കാണുമ്പോൾ ഓനിക്കെതിരെ സംസാരിക്കുമ്പോൾ അതൊക്കെ ആ ക്യൂ നിന്ന ആളുകൾ കൂടി ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ഓരോരുത്തരും സ്വയം വിചാരിക്കുകയാണ്. അതിനെതിരെയാണ് ഇപ്പൊ പെങ്ങള് ഈ സംസാരിച്ചത്. എന്തായാലും ഉള്ള വാക്യം കൂടിയും കേൾക്കാം. പറ. തനിക്കൊന്നും പെണ്ണ് കിട്ടണമെങ്കിൽ തൻ്റെ ആ ഒരു കയ്യിലിരിപ്പ് കാരണമായിരിക്കും പെണ്ണ് കിട്ടത്. നല്ല രീതിക്ക് നിന്നാൽ ഏത് പെണ്ണും കിട്ടും. പിന്നെ
തൻ്റെ കൂടെ ഒന്നും ഇങ്ങനെ പെണ്ണ് വീഡിയോ ചെയ്യാത്തതിനുള്ള കുത്തിക്കഴപ്പാണോന്നൊന്നും എനിക്കറിയത്തില്ല. അതിലുള്ള കമൻസ് അമ്മാതിരി കമൻസ്. അവിടെ തൻ്റെ കൂടെ തന്നെ ചോദിക്കുന്നത്, തനിക്ക് എന്തേ വീട്ടിൽ ഉമ്മയും പെങ്ങളും ആരുമില്ലേ? അവരൊരു തൻ്റെ പെങ്ങളിപ്പോൾ ഇൻസ്റ്റഗ്രാമെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർ പോലും ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. കൂട്ടുകാരൻ്റെ പെങ്ങള് ഇതേമാതിരി അത് പറയരുത് പെങ്ങളെ. എന്താ അറിയോ, ആത്മാഭിമാനമുള്ള ഒരു ആങ്ങളുടെ പെങ്ങളും ഇവന്റെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാനോ റീൽസ് എടുക്കാനോ പോകൂല. ഇവനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്ത പിന്നെ ഒരു പെങ്ങളാകൂല അവനക്ക് ഉണ്ടാകുക. അതാദ്യം മനസ്സിലാക്കിയാൽ മതി. പണ്ടുള്ള ഒരു ചൊല്ലുണ്ട്, എന്താ അറിയോ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും, ചാണകം ചാരിയ ചാണകം മണക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ ചാരിയത് ചാണകമാണ്, അപ്പൊ അതിന്റെ കുറച്ചൊരു നാറ്റം ഉണ്ടാവും. നേരെ മറിച്ച് ചന്ദനം ചാരിയൊക്കെ അത് നല്ല മണാണ് പറഞ്ഞ് കൈയടിക്കാനും ആളുണ്ടാവും. അപ്പോ ആ തെറ്റ് ആദ്യം മനസ്സിലാക്കുക. ഇനി എന്തായാലും ബാക്കി പെങ്ങള് ഇതേമാതിരി ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇതിൽ വീഡിയോ ചെയ്യുമ്പോഴത്തേനും താൻ ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്യുമോ? പിന്നെ എന്താ ഒരു പെണ്ണ് വിട്ട് മറ്റൊരു പെണ്ണ്, അത് മെഹനാസിന്റെ പേഴ്സണൽ കാര്യത്തിന് എന്തിനാ എൻ്റെ അടുത്ത് എങ്ങനെയാണോ അത് ഞാൻ നോക്കിയാൽ മതി. എൻ്റെ ഒരു ഫ്രണ്ടാണ് അവന്. അതായത് എൻ്റെ അടുത്ത് എന്നെ കെട്ടാനോ എന്നെ ഇതാക്കാനോ ഒന്നുമല്ല. പിന്നെ വേറൊരുത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് നിന്നെ കെട്ടാനാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പാണോ, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇപ്പോ അവൻ പറഞ്ഞതിലൊന്നും നിന്നെയല്ല പറഞ്ഞിട്ടുള്ളത്, ഈ മെഹനാസിനെയാണ്. അപ്പോൾ ഈ അവനെ തെറി പറയുമ്പോഴും അവനക്ക് തിരിച്ച് മറുപടി കൊടുക്കുമ്പോഴും ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളത്. പിന്നെ 100% നിനക്ക് ഉറപ്പല്ലേ മെഹനാസിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കമന്റ്സുകളും ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോ വരും എന്നുള്ളത്. കാരണം ഓൻ പള്ളിക്കത്തെ ഇമാമൊന്നും അല്ലല്ലോ, ഓൻ ചെയ്ത് കൂട്ടുന്ന എന്തൊക്കെ ആകെ ഒരു നത്തോലിയുടെ മാതിരി ഇത്ര ഉണ്ട്. എന്നാ അതുകൊണ്ട് കാട്ടിക്കൂട്ടണതോ? ബാക്കി പറയ്. എന്തായാലും ഇപ്പം ഈ റിയാക്ഷൻ വീഡിയോക്കാരൻ്റെ കഴിഞ്ഞു, ഇനി അടുത്തതാ അത്ര. എന്നാ പറ, അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്ക്. മെഹനാസിന്റെ ഹൃദയത്തിൽ പ്രണയത്തിന്റെ കാറ്റ് വീശി. പ്രണയത്തിന്റെ കാറ്റല്ലടാ, നിന്റെ അമ്മായിന്റെ തലയാ വീശിയത്. മൂന്നാം അറിവ്, അതാണ് മെഹനാസിന്റെ ആ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കൂടെ. ബെസ്റ്റ് ഫ്രണ്ട് അറിയില്ലേ ഇവനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ കുഴപ്പം പറയില്ല. കാരണം എന്താ അറിയോ, ഇവൻ മറ്റാളെ പിന്നാലെ നടക്കുക, അപ്പത്തിന്റെ പിന്നാലെ. അതായത് ഇവന്റെ വിചാരം ഈ പറഞ്ഞമാതിരി ഇവനെ എന്തിന്റെ പുറപ്പാടാന്ന് എനിക്കറിയില്ല. ഇവൻ അപ്പത്തിന്റെ ഭയങ്കര ഫാൻസ് അത്രേ. അപ്പൊ മോന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ അറിയാം. ഇവൻ എന്നാ കായ് പോയി പറഞ്ഞ കരയുമ്പോഴ് വരട്ടെ. തൊള്ളയിന്നോട്ട് വലിയ തിരിയില്ല. എന്നാ ഓൻ പറയുന്ന വാക്കോ ഇവന്റേത് കാര്യത്തിലുണ്ട്. എന്നാലും നമുക്കൊന്ന് കേട്ടോക്കാം. ഫ്രണ്ടിന്റെ കൂടെ ഒരു റീൽസ് ചെയ്തിരിക്കുകയാണ്. ഉണക്ക് നീദാന ബെസ്റ്റ്. നമുക്കൊന്ന് കണ്ടുവരാം. എന്തായാലും ഉണക്ക് നീദാന ബെസ്റ്റ് ചെല്ലുന്ന ഉണക്ക് നീന്താന ബെസ്റ്റ് ചൊല്ല ഈ ചങ്ങായിക്ക് തന്നെ പണി. അതിന് ഞാൻ കുറ്റം പറയുന്നില്ല. ഇതിലിപ്പോ ഓനി എങ്ങനെ കുറ്റം പറയും? എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ ഈ ചങ്ങായിനെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും, അതായത് ദുനിയാവ് മൊത്തം അപ്പത്തിനെ പറയുമ്പോഴും ഇവൻ അപ്പത്തിനെ വെളുപ്പിച്ചാൽ നടക്കുകയായിരുന്നു ഒരു സമയത്ത്. എന്നിട്ട് ഫുള്ള് പൊങ്കാലായിരുന്നു. അതുകൊണ്ട് വീഡിയോസും കമന്റ് ബോക്സും എടുത്ത് നോക്കിയാൽ അറിയാം. അതെന്തെങ്കിലും ആവട്ടെ, നമ്മളെ വിഷയം അതല്ല. ഇജ്ജ് ബാക്കി പറ. ഈ കള്ളക്കളവൻ നാറിൻ്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്. ഉനക്ക് നീതാന ബെസ്റ്റ് എന്ന് പറഞ്ഞാലേ താൻ ഉദ്ദേശിക്കുന്ന മാതിരി അങ്ങനത്തെ ഒരു ബെസ്റ്റ് അല്ല. കളവനായിട്ടുള്ള തനിക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാത്തതേ തൻ്റെ ഈ കുത്തിക്കഴപ്പ് കൊണ്ടാ. തൻ്റെ ഈ എന്താ പറയാ സദാചാര കണ്ണിനെ കൊണ്ട് എല്ലാ ആൾക്കാരും കാണുന്നത് കൊണ്ടാണ് തനിക്ക് ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടാത്തത്. പിന്നെ എന്താ പറഞ്ഞത്, മെഹനാസിന് പുതിയൊരാള്. പിന്നെ താനതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടൊക്കെ മാസ്ക് ഒക്കെ വെച്ചിട്ട്, എടോ ഞാൻ മാസ്ക് ഒന്നും വെച്ചിട്ടില്ല, അന്തസ്സായിട്ട് എൻ്റെ മുഖം എൻ്റെ ഫേസ് കാണത്തക്ക വിധമാണ് ഞാൻ അവൻ്റെ അടുത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. താൻ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കണേ? ഇപ്പോഴും അനക്ക് കാര്യം മനസ്സിലായിട്ടില്ല. പിന്നെ എന്താ എന്നോട് പറയാം. ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. നിനക്കും ഉണ്ടാവുമല്ലോ നിന്നെ വളർത്തിയ ഒരു ഉമ്മയും ബാപ്പയും. അവർക്ക് നാളെ നീ ഇന്ന് ഈ ലോകത്തില്ല, അതിന് കാരണക്കാരൻ ഇവനാണ് എന്നുള്ളത് നിന്റെ വീട്ടുകാർക്ക് നിന്റെ മാതാപിതാക്കൾക്ക് 100% ഉറപ്പുള്ള ഒരു വിഷയത്തില് മറ്റൊരാളുമായിട്ട് ഇങ്ങനെ കൊഞ്ചനും കുഴയനും കാണുമ്പോൾ ഒരാൾക്കും സഹിക്കൂല. അത്രേ എവിടെ നടന്നിട്ടുള്ളൂ. പിന്നെ നീ എന്നല്ല, ഐശ്വര്യറായി വന്ന് ഇനി മോന്റെ പിന്നാലെ ഡാൻസ് കളിച്ചാൽ ഐശ്വര്യറായിനെ റിയാക്ഷൻ ചെയ്യാനും ആളുണ്ടാവും. അതിപ്പോ നിനക്ക് കുറ്റവും കുറവും ഉണ്ടായത് കൊണ്ടല്ല, കുറ്റവും കുറവും നീ ചാരി നിൽക്കണ ആ ചുമരിനാണ്. അത് ആദ്യം മനസ്സിലാക്കിയാൽ മതി. നാട്ടുകാരെ തെറി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പൊ എന്തായാലും ഞാൻ കെട്ടിയ പെണ്ണിന്നിത്തിരി ചന്തം കുറവാണ് നന്മമരം. കാതിൽ കരിപ്പൊടിനെ മറ്റേ പൂട്ടിച്ചാലും
കാതിരിക്കരിപ്പൊടിക്ക് ജാമ്യം കിട്ടാത്തതിൻ്റെ സന്തോഷം അറിയിക്കാൻ വന്നതാ നിങ്ങളോട്. കേൾക്കണം നിങ്ങളെ. പോട്ടെ എന്നാ, ശരി. ഇപ്പം വരുവാന് ദാ ഓൻ്റെ പുതിയ ഷെരീഫിൻ്റെ പുതിയ അവിഹിതം, ഷെരീഫിൻ്റെ പുതിയ രഹസ്യങ്ങളും ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പൊരിക്കൽ പറഞ്ഞതാ. എന്താവോ കിട്ടിയിട്ടില്ല ഒന്നുണ്ട്. ആരെങ്കിലും അറിയിച്ചെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ കിട്ടാൻ വലിയ പണിയൊന്നുമില്ല ഉണ്ടല്ലോ. മറ്റേ പെണ്ണുപിടിയൻ്റെയും മറ്റേ ആണുപിടിയത്തിൻ്റെയും ഒക്കെ അക്കൗണ്ടിൽ കൂടെ നമ്മളെ ചരിത്രം മുഴുവൻ അതൊക്കെ എടുത്തിട്ട് എന്താണ് പറഞ്ഞോളാം. അങ്ങനെയെങ്കിലും എൻ്റെ ചരിത്രം 4 ആളെന്ന് അറിയട്ടെ. എന്തായാലും എൻ്റെ അത്രക്കൊന്നും നമുക്ക് ചരിത്രമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പോട്ടെ എന്നാ. ഞാൻ കെട്ടിയ പെണ്ണിന് ഇത്തിരി ചന്തം കുറവാണേ.